അതൊരു നല്ല നിരീക്ഷണമാണ്. പ്രത്യേകിച്ച് ഊഴം വെച്ച് നമ്മൾ നോക്കിയാൽ അങ്ങനെയല്ല സ്വാഭാവികം സംഭവിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കരുതാം. കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തുമ്പോൾ കെ ശൈലജ കൂടുതൽ പവർഫുൾ ആവുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കെ ശൈലജയ്ക്ക് ഈവൻ പരാജയപ്പെട്ടു വടകരയിലെങ്കിൽ പോലും ഇപ്പോഴും ആ വലിയ പ്രതിച്ഛായയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഈ ചോദ്യത്തിലേക്ക് എത്തിയാൽ പാർട്ടി പിണറായി വഴിയിലോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. പാർട്ടിയുടെ വഴിയിലാണ്. ഓരോ കാലഘട്ടത്തിലും പാർട്ടിക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നിശ്ചയിക്കലാണ് പതിവ്. എന്നാൽ കേരളത്തിലൊരു വ്യത്യസ്തതയുള്ളത് 1998 ചടയൻ വരുന്നതിനു ശേഷം അദ്ദേഹം മരിക്കുന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. അതായത് പാലക്കാട് സമ്മേളനം തുടങ്ങി ചടയൻ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി എത്തി മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ നിര്യാണം. അതിനെ തുടർന്നാണ് പിണറായി വിജയൻ യഥാർത്ഥത്തിലെത്തുന്നത്. അന്ന് പിണറായി വിജയനെ VS ആണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അഥവാ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ അതിനുശേഷം VSുമായിട്ട് അകലുന്ന പിണറായിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 98 പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂരാണ് സമ്മേളനം നടക്കുന്നത്. കണ്ണൂർ സമ്മേളനത്തിലാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സമയ പാർട്ടി സെക്രട്ടറിയായിട്ട് മാറുന്നത്. ആ 2002 മുതൽ 2025 വരെയുള്ള 23 വർഷക്കാലം യഥാർത്ഥത്തിൽ കേരളത്തിൽ മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും നേരിടാത്ത വിധമുള്ള വിമർശനങ്ങൾക്കും മാധ്യമ വിചാരണയ്ക്കുമൊക്കെ ഈ പിണറായി വിജയൻ വിധേയനായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. സാധാരണ രീതിയിൽ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെ ആക്രമിക്കുക എന്നതായിരുന്നു രീതിയെങ്കിൽ സർക്കാരിനെ ആക്രമിക്കുന്നതിൻ്റെ രീതി വിട്ട് പാർട്ടി സെക്രട്ടറിയിലേക്ക് മാധ്യമങ്ങളും പ്രതിപക്ഷവും വിമർശനം കുറിപ്പിക്കുന്നത് പിണറായിയുടെ കാലത്താണ്. അത് പിണറായി എന്ന് പറയുന്നൊരു നേതാവിൻ്റെ ഉയർച്ചയ്ക്കു കാരണമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിണറായിയെ കൂടുതൽ വിസിബിൾ ആക്കാൻ അത്തരം വിമർശനങ്ങൾ സഹായിച്ചിട്ടുണ്ടാവും. ആ അർത്ഥത്തിൽ നേരിട്ട എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞും പ്രതിരോധിച്ചുമാണ് പിണറായി വിജയൻ 2002 അതിനുശേഷം 2005 സമ്മേളനത്തിലാവട്ടെ മലപ്പുറം സമ്മേളനത്തോടുകൂടി VSൻ്റെ ആധിപത്യം അവസാനിക്കുന്നു. പിന്നീട് അങ്ങോട്ട് പിണറായി വിജയൻ ഒരേ സമയം സർക്കാരിലും അതേപോലെ പാർട്ടിയിലും പിടിമുറുക്കുന്നതായിട്ട് കാണുന്നത്. തുടർച്ചയായിട്ട് മൂന്നാം ടൈമിലേക്ക് പിണറായി വിജയനെ മുൻനിർത്തി പാർട്ടി ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന നേതാവിനൊരു വലിയ സ്വീകാര്യത ഈ സമ്മേളനത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ സ്വീകാര്യതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നയരേഖയ്ക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ നയരേഖ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള 2025 മാറ്റം വ്യതിയാനത്തിൻ്റെ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ സൂചനയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായമല്ല എന്നാണ്. ഇത് കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെ അടയാളപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അത് കുറച്ചുകൂടി ക്രോഡീകരിച്ച നവകേരളത്തിനുള്ള നയരേഖ പുതുവഴികൾ എന്ന പേരിൽ അവതരിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിന് കാരണം പറയുന്നത് ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ 1956 തൃശ്ശൂരിൽ നടക്കുന്ന പാർട്ടിയുടെ വിശേഷാൽ സംസ്ഥാന സമ്മേളനം. ആ വിശേഷാൽ സംസ്ഥാന സമ്മേളനത്തിലാണ് EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് നോക്കൂ 57 EMS വരുന്നത്. അപ്പോൾ 1957 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർട്ടി ഈ നവകേരള അന്ന് പുതിയ കേരളത്തിന് വേണ്ടിയുള്ള പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നുണ്ട്. പാർട്ടിയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്ന തലക്കെട്ടിലായിരുന്നു അന്ന് ആ നയരേഖ അവതരിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് അവതരിപ്പിക്കുന്നത് പിണറായി വിജയനാണ് എറണാകുളത്ത് 2022. അതിൻ്റെ തുടർച്ചയാണ് 2025. അന്നു തന്നെ എങ്ങനെയാണ് സാമൂഹിക വിഭവങ്ങളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് സോഷ്യലിസമാണ് പാർട്ടിയുടെ നയമെങ്കിലും എങ്ങനെയാണ് പുരോഗതിയും വികസനവും നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് EMS ചിന്തിച്ചിരുന്നു എന്നതിൻ്റെ ഉദാഹരണം നമ്മൾ കാണുന്നത് 1958 മെയ് മാസം 3-ാം തീയതി ഗ്വാളിയർ മാവൂർ റയോൺസ് സ്ഥാപിച്ചുകൊണ്ട് ബിർളയെ കേരളത്തിലേക്ക് വിളിക്കുന്ന EMSനെയാണ് കാണുന്നത്. EMSനെ പോലെയുള്ളൊരു നേതാവ് ഒരേ സമയം തന്നെ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും കേരളത്തിൻ്റെ സാധ്യതകളുണ്ടെന്നും മുന്നേറേണ്ടതുണ്ടെന്നും 1956 തന്നെ മനസ്സിലാക്കിയിരുന്നുവെന്നും 2001 അവസാനിക്കുന്നത് എപ്പോഴാണ് സോഷ്യൽ കോർപ്പറൽ ഇറസ്പോൺസിബിലിറ്റി എന്നുള്ളത് പാർട്ടി തിരിച്ചറിയുന്നു. പാർട്ടി വളരെ വ്യക്തമായി ആ സമരത്തിൽ ഇടപെടുന്നു. അത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ സംസ്ഥാനത്തേക്ക് നിക്ഷേപം കൊണ്ടുവരണം എന്നുള്ളത് ആദ്യമായിട്ട് കൊണ്ടുവന്ന നേതാവ് പിണറായി വിജയനല്ല. അത് EMS 1958 ബിർളയെ വിളിക്കുന്ന സമയത്തു തന്നെ 56 നയരേഖയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി അതിനുശേഷം കേരളത്തിൽ ടെക്നോ പാർക്ക് അടക്കമുള്ള വിഭവങ്ങൾ കൊണ്ടുവരുന്നു. 91 EK നയനാരാണ് കൊണ്ടുവരുന്നത്. ടെക്നോ പാർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ മാത്രം സംരംഭം അല്ല എന്ന നിലയിലല്ല നമ്മളതിനെ കാണുന്നത്. അവിടെ സ്വകാര്യ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ആക്ച്വലി ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നതെങ്കിലും അവിടേക്ക് IT കമ്പനികൾ ക്ഷണിച്ചു കൊണ്ടുവരികയാണ്. ദാറ്റ്സ് എ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈവൻ ഇപ്പോൾ US ടെക്നോളജിയെ പോലെയുള്ള സ്ഥാപനങ്ങളടക്കം മറ്റ് വിദേശ IT കമ്പനികളടക്കം നമ്മുടെ ടെക്നോ പാർക്കിൽ വന്നു തുടങ്ങുന്നത് 91. ഇപ്പോൾ എന്തിനേറെ പറയുന്നു, പിണറായി വിജയൻ 1998
96 മുതൽ 98 വരെ KSEB മന്ത്രിയായിരിക്കുമ്പോൾ, വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ കാനഡയിൽ നിന്ന് ലാവലിനെ കൊണ്ടുവരുന്നത്. 354 കോടി രൂപയുടെ പദ്ധതി ഈ പന്നിയാർ പള്ളിവാസൽ ചെങ്കുളം പദ്ധതിക്ക് വേണ്ടിയിട്ട്, റിനോവേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പദ്ധതി ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെയും വിദേശ നിക്ഷേപമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നു, അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു, പല രീതിയിലും തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊരു മാറ്റമോ പൊടുന്നനെ സംഭവിച്ചിരിക്കുന്ന ഒരു വ്യതിയാനവുമല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ നയരേഖയിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ. ഞാൻ 2022 രാഷ്ട്രീയ നയരേഖയുടെ ലഭ്യമായ ചില ഭാഗങ്ങളിലേക്ക് പോവുകയായിരുന്നു. അതിലൊരു ഭാഗത്ത് പറയുന്നത് 3 കാര്യങ്ങളിൽ ഒരിടത്ത് പറയുന്നു, സാമ്പത്തിക മാനേജ്മെൻറ്റ് രീതികൾ നിരന്തരം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് 2022 പിണറായി വിജയൻ അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയിൽ പറയുന്നത്. അതിനെ തുടർന്നാണ് എന്ത് സംഭവിച്ചത്? ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറയുന്നുണ്ട്. ആ രാഷ്ട്രീയ നയരേഖ LDF അംഗീകരിക്കുകയും LDF അംഗീകരിച്ചത് സർക്കാർ പോളിസിയായി കൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സ്റ്റാർട്ടപ്പുകളടക്കമുള്ള കാര്യങ്ങളിൽ വലിയ നിക്ഷേപം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതും 1.25 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിലേക്ക് ഒരു നിക്ഷേപ സംഗമത്തിന് എത്തിച്ചേരാൻ സാധിച്ചതുമെന്നും പിണറായി വിജയൻ പറയുന്നുണ്ട്. അവിടെയും തീരുന്നില്ല. എന്നിട്ട് പിണറായി വിജയൻ പറയുന്ന ഒരു ഭാഗമുണ്ട് 2022 നോക്കൂ, അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമേ അല്ല 2025 നയരേഖ എന്നാണ് ഞാൻ ഈ പറയുന്നത്. ആ വാചകം ഇങ്ങനെയാണ്: 2022 ഉൽപ്പാദനം കൂട്ടാൻ നാടിൻ്റെ താല്പര്യങ്ങൾ ഹനിക്കാത്ത എല്ലാ മൂലധനത്തെയും സ്വീകരിക്കേണ്ടി വരും. അത്തരം മൂലധനം കടന്നുവരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ തയ്യാറാവേണ്ടതുണ്ട് എന്ന് 2022 തന്നെ പറഞ്ഞു വയ്ക്കുന്നു. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാ: നാടിൻ്റെ താല്പര്യങ്ങൾ ഹനിക്കാത്ത മൂലധന നിക്ഷേപത്തെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഇത് 2022 മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയുടെ തുടർച്ചയാണ്. അത് അതേപടി തന്നെ അവതരിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടായത്? ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റാങ്കിങ്ങിൽ നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. വലിയ രീതിയിൽ അതിൽ മെച്ചമുണ്ടാക്കുന്നു. 234% വളർച്ചയുണ്ടാവുന്നു. ബ്രാപ്പ് റാങ്കിങ്ങിൽ 5 കാറ്റഗറിയിൽ കേരളം 1ാമത് വരുന്നു. 2 മിനിറ്റ് കൊണ്ടൊരു നിക്ഷേപം ഒരു വ്യവസായമായി വളരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുന്നു. ഇത് 2022 പിണറായി വിജയൻ അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയുടെ തുടർച്ചയാണ്. അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിന് ദോഷം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ നമ്മളെല്ലാവരും പറയൂ. പ്രതിപക്ഷം പോലും അതേ പറയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വലിയ വ്യതിയാനമായി ഞാനതിനെ കണക്കാക്കുന്നില്ല. ഇത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചും കേരളത്തിൻ്റെ വിഭവശേഷി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കേന്ദ്ര സാമ്പത്തിക ഉപരോധം എന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധമാണ് ഇതിൻ്റെ പശ്ചാത്തലമായി സ്വീകരിക്കുന്നതെങ്കിലും പ്രവാസികളുടെ പണം പഴയതുപോലെ വരാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ പ്രവാസികളോട് അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രി, കേരളത്തിൽ വന്ന് നിക്ഷേപിക്കൂ. ഇത് നിക്ഷേപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമാണ്. ആഗോള മൂലധനത്തിൻ്റെ രീതികൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ടെന്നും ആ മാറ്റം കേരളത്തിന് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും പറയുമ്പോൾ അത് കേരളത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. ഒരു വാചകം കൂടി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്, മധ്യവർഗ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന സൂചന ഈ പ്രസംഗത്തിൽ കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ കൂടിയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ LDF സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് വികസന വിരുദ്ധരാണ് ഇടതുപക്ഷം എന്നുള്ള ടോട്ടൽ ബ്രാൻഡിങ്ങിനെ പൊളിച്ചെഴുതുകയും പകരം ശശി തരൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മെരുങ്ങുന്ന കടുവയായിട്ട്, ഇഴയുന്ന കൊമ്പനിൽ നിന്ന് മെരുങ്ങിയ ഒരു കടുവയായി മാറുകയും ചെയ്യുന്ന കേരളത്തെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വരാൻ പോകുന്ന സമയത്ത് CPM അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിനിധാനം ചെയ്യാൻ പോകുന്നത് അഥവാ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ സൂചന എന്ന വണ്ണമാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ പാർട്ടി പിണറായി വഴിയിലേക്ക് പോയി എന്നുള്ളതല്ല, കാലത്തിനനുസരിച്ചുള്ള മാറ്റം പാർട്ടിയിൽ ഉണ്ടാക്കുന്നു. ഡെങ് സിയാവോപിങ് 1960കളുടെ അവസാനമാണ് ചൈനയിൽ മാവോ സെത്തൂങ്ങിനെ വെട്ടി തൻ്റെ പുതിയ ആശയം കൊണ്ടുവരുന്നത്. പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും എലിയെ പിടിച്ചാൽ മതി എന്നുള്ള ആശയം ഡെങ് സിയാവോപിങ് കൊണ്ടുവരുന്നത് മാവോയെ തിരുത്തിയാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു തിരുത്തലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊരു തുടർച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തുടർച്ചയിൽ കേരളം നിക്ഷേപ സൗഹൃദമായി മാറുന്നു. അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, കേരളത്തിൽ സുപ്രധാനമായിട്ടുള്ള ചില ജനകീയ വിപ്ലവങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്നത് കേരളത്തിലെ വലതുപക്ഷ സ്വഭാവമുള്ള ബ്യൂറോക്രസിയാണെന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ജനകീയ ആസൂത്രണത്തെ തുരങ്കം വെച്ചത് അന്നത്തെ ബ്യൂറോക്രസിയാണ്. ആ സർക്കാരിനെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ബ്യൂറോക്രസിയുടെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞത് കുഞ്ഞാമനാണ്, സാമ്പത്തിക വിദഗ്ധനായ കുഞ്ഞാമനാണ്. അപ്പോൾ ഇത്തവണ എന്താ ചെയ്തത്? LDF സർക്കാർ, 2ാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഒരർത്ഥത്തിൽ ഈ ബ്യൂറോക്രസിയുടെ റെഡ് ടേപ്പിസത്തെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും നിക്ഷേപകരെ അധിക സമയം വെയിലത്ത് നിർത്താതെ അവർക്കൊരു വ്യവസായം തുടങ്ങുന്നതിന് വളരെ വേഗം ഒരു മിന്നൽ വേഗത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതുമാണ്. അത് ഈ പിണറായി സർക്കാരിൻ്റെ ഒരു ക്രെഡിറ്റായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇനി ഇതില്ലാതെ മുന്നോട്ട് കേരളം പോവില്ല എന്ന തിരിച്ചറിവിൽ എത്തി നിൽക്കുന്നു. ആ അർത്ഥത്തിൽ പിണറായി സർക്കാരിൻ്റെ ഇത് ഒരു തുടർച്ചയാണ് ഈ നയരേഖയെന്ന് മനസ്സിലാക്കുന്നു. പാർട്ടിയുടെ വഴിയിൽ തന്നെയാണ് എന്നതാണ് എൻ്റെ ടേക്ക്. ഇപ്പോൾ വന്നിരിക്കുന്ന Meet the editors.